ഹലോ ചേച്ചി എവിടെ പോകുന്നു? ഞങ്ങൾ തൃശ്ശൂരിലേക്ക് ട്രെയിനിലാണ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ശബരിയിൽ ഞാനും ജയകൃഷ്ണനും ആര്യയും ഉണ്ട് കേട്ടോ. ജയകൃഷ്ണൻ ഒരു ദിവസത്തെ ലീവ് എടുത്തു. ആര്യയ്ക്ക് ഓഫ് ഡ്യൂട്ടിയും കൂടിയായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴാണ് ഞങ്ങൾ തൃശ്ശൂരിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആദ്യം വല്ലതും കഴിച്ചിട്ടാകാം അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് കൈ കിട്ടിയപ്പോൾ തന്നെ ഇടം വരെ നോക്കാതെ ഞങ്ങൾ കഴിച്ചു തീർത്തിട്ട് നേരെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു സമയം 2-2:30 ആയിട്ടുണ്ടായിരുന്നിരിക്കും. റോഡിൽ അത്യാവശ്യം ആളായി തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ട് 5 മണി 5:30 സമയത്താണ് കുടമാറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുടമാറ്റം കാണാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് കേട്ടോ. രാവിലെ മുതലേ വന്ന് വെയിറ്റ് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം തണലിൽ നോക്കിയിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളും അതെ, പൂരനഗരി കണ്ട ഒരു ആവേശത്തിൽ ഞങ്ങളിങ്ങനെ നടക്കും. സത്യത്തിൽ എങ്ങോട്ട് പോകണം എന്നറിയില്ല, എങ്ങോട്ട് പോകണം എന്നറിയാതെ ഞങ്ങളിങ്ങനെ കാണുന്നിടത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. നടന്ന് അവസാനം ഞങ്ങൾ വടക്കുനാഥൻ്റെ മുൻപിലെത്തി. എന്നാൽ പിന്നെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് നടക്കാമെന്ന് വെച്ചു. അവിടെയൊക്കെ നിറയെ കുടകൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണുകയും കൂടെ ചെയ്യാമല്ലോ. എന്തായാലും കുടമാറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ കിട്ടി ചാൻസ് ഒട്ടും കളയുന്നാലോ എന്ന് കരുതി കാര്യമായിട്ട് അടുത്ത് പോയി നിന്ന് എല്ലാ കാഴ്ചകളും കണ്ടു കേട്ടോ. ഞങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് ഇതെല്ലാം കണ്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ നടക്കുകയാണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ മേൽ വരെ പോയി, അമ്പലത്തിൽ നട വരെ പോയി കണ്ടു. സന്തോഷമായി. ഇവിടെ കുടമാറ്റത്തിനുള്ള കുടയൊക്കെ അണിനിരത്തി വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ ഇത് ആൾ കൂടി വരികയാണ്. ഓക്കെ, കുടമാറ്റം തുടങ്ങാൻ ഇനിയും ഏറെ സമയമുണ്ട്. എന്നാൽ പിന്നെ അവിടെയൊക്കെ നടന്നത് കാണാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അഭിരാമിയെ കാത്ത് കുറച്ചു നേരം നിന്ന് ആൾ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ പെൺകുട്ടികൾക്കുള്ള കമ്മലുകൾ. അത് നല്ല അടിപൊളി ഡിസൈനിൽ കുറേ കമ്മൽ കച്ചവടക്കാരെ കണ്ടിട്ടോ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ണ് പോയതും ശ്രദ്ധ പോയതും സംഭാരം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ബാനറിലേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സംഭാരം എന്ന് പറയുന്നത്. നടന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ ആ ഒരു സ്റ്റോള് കണ്ടത്. ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ട് ഈ വെയിലും കൂടെ ഒക്കെ കൊണ്ടു കിടന്നപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നായിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്നാൽ പോരല്ലോ, അതിനല്ലല്ലോ നമ്മൾ വന്നത്. അതുകൊണ്ട് വീണ്ടും നടന്ന് പാറമേൽക്കാവ് ക്ഷേത്രമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു റോഡിൽ കൂടി നടന്നിട്ടുണ്ടായിരുന്നു. പുസ്തകങ്ങൾ കണ്ട അതെവിടെ ആയാലും ഞാൻ ചാടി വീണിരിക്കും. അറ്റ്ലീസ്റ്റ് ഒന്ന് പോയി നോക്കുകയെങ്കിലും ചെയ്തിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്റ്റാളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അഖിൽ പി ധർമ്മജൻ്റെ ഓജോ ബോർഡ് കണ്ണിപ്പെട്ടത്. എന്നാൽ പിന്നെ ഇത് വാങ്ങിയിട്ട് തന്നെ കാര്യമെന്ന് കരുതി പുസ്തകം എടുത്തു കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് ഒരുമാതിരി വന്നപ്പോഴേക്കും കുടമാറ്റത്തിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആന ഇറങ്ങി വരുന്നത് കാണണം എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആ ഒരു ആഗ്രഹം. കാരണം ടി വിയിൽ കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ക്രൗഡിൻ്റെ ഒരു ആർപ്പ് വിളിക്കണമല്ലോ, ആ ഒരു വൈബ് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും അത്യാവശ്യമല്ല നല്ല ക്രൗഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം ഞാനും ജയ്ഷേനും മാരിയും അബിയും കൂടി ഒപ്പിച്ച് ഒരു സ്ഥലം കണ്ടുപിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചുറ്റും ആളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്നും തള്ളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ഷമയോടുകൂടി ഞങ്ങൾ കാത്തിരുന്നത് നമ്മുടെ ഗജവീരന്മാരുടെ ആ ഒരു വരവിനായിട്ടായിരുന്നു. അവസാനം അത് എത്തിയിട്ടുണ്ടായിരുന്നു. ആനകൾ വന്ന് നിരന്ന് നിന്ന്. എൻ്റെ അമ്മയെ എനിക്കിങ്ങനെ രോമൊക്കെ എഴുന്നേറ്റ് നിന്നു കേട്ടോ. എന്തായാലും ടി വിയിൽ കൂടെ മാത്രം കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു പൂരം ലൈവ് കണ്ടതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ ഞങ്ങൾക്ക് കുടമാറ്റം കഴിയുന്നത് വരെയോ അല്ലെങ്കിൽ കുറേയേറെ നേരം ഒന്നും ആസ്വദിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ജയകൃഷ്ണൻ്റെ ബാങ്കിൽ പോകണം, ആര്യയ്ക്ക് ഡ്യൂട്ടിക്ക് കയറണം. അതൊക്കെ കൊണ്ട് തന്നെ തിരികെ പോരാൻ ഞങ്ങൾ നിർബന്ധിതരാകുമായിരുന്നു കേട്ടോ. തിരിച്ചുള്ള യാത്ര ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ടായിരുന്നു. ഏകദേശം ഒരു 2-2:30 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് തൃശ്ശൂർ പൂരം അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.